കാനഡയുടെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്കുള്ള മാർക്ക് കാർണിയുടെ സ്ഥാനാരോഹണം രാജ്യത്തിന്റെ നേതൃസ്ഥാനത്ത് കാര്യമായ ചലനമുണ്ടാക്കുമെന്നാണ് പ്രതീക്ഷ. രാഷ്ട്രീയ മൈതാനിയിൽ മുൻപരിചയമില്ലാതെ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന്റെയും ബാങ്ക് ഓഫ് കാനഡയുടെയും മുൻ ഗവർണർ എന്ന നിലയിലുള്ള കാർണിയുടെ പശ്ചാത്തലം കാനഡയിലെ പൗരന്മാർക്ക് ഒരു പുതിയ കാഴ്ചപ്പാട് കൊണ്ടുവരുമെന്ന പ്രതീക്ഷയാണുള്ളത്. ജനുവരിയിൽ ജസ്റ്റിൻ ട്രൂഡോ രാജിവെച്ചതിന് പിന്നാലെയാണ് കാർണിയുടെ നിയമനം. കാനഡയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര തർക്കം ട്രൂഡോയും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള അഭിപ്രായ ഭിന്നത മൂലം രൂക്ഷമായത് കനേഡിയൻ സർക്കാരിന് കാര്യമായ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. ട്രംപിന്റെ കടുത്ത വിമർശകനായ കാർണി അമേരിക്കയ്ക്കെതിരായ താരിഫ് നടപടികൾ തുടരുമെന്ന പ്രതിജ്ഞയുമെടുത്തു. രാഷ്ട്രീയ പശ്ചാത്തലമില്ലെങ്കിലും ലിബറൽ പാർട്ടിയിൽ നിന്ന് കാർണിക്ക് കാര്യമായ പിന്തുണ ലഭിച്ചിട്ടുണ്ട്. ഏകദേശം 86% പാർട്ടി അംഗങ്ങൾ അദ്ദേഹത്തെ പിന്തുണച്ചു. US-ഉമായി നടന്നുകൊണ്ടിരിക്കുന്ന വ്യാപാര തർക്കം പരിഹരിക്കുന്നതിൽ നിർണായകമാകുന്ന സങ്കീർണമായ സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിലെ അദ്ദേഹത്തിന്റെ അനുഭവമാണ് ഈ വലിയ പിന്തുണയ്ക്ക് കാരണം. കാർണിയുടെ നേതൃത്വശൈലി രൂപപ്പെടുമെന്നത് ഒരു ബാങ്കർ എന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ അനുഭവ പരിചയത്തിലാണ്. ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന്റെ ഗവർണറായിരുന്ന അദ്ദേഹത്തിന്റെ കാലയളവിൽ അദ്ദേഹം സ്ഥാപനത്തെ നവീകരിച്ചു. ഈ അനുഭവപരിചയം രാജ്യത്തിന്റെ സമ്പദ്വ്യവസ്ഥയുടെ ഉന്നമനത്തിന് സഹായകമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ബാങ്ക് ഓഫ് കാനഡയിൽ ജോലി ചെയ്തിരുന്ന കാലത്ത് 2008-ലെ സാമ്പത്തിക പ്രതിസന്ധിയെ നേരിടാൻ രാജ്യത്തെ സഹായിക്കുന്നതിൽ അദ്ദേഹം നിർണായക പങ്ക് വഹിക്കുകയും ചെയ്തു. സമ്പദ്വ്യവസ്ഥ തങ്ങൾക്ക് അനുകൂലമായി പ്രവർത്തിക്കുന്നില്ലെന്ന് കരുതുന്ന കാനഡക്കാരുടെ ആശങ്കകൾ പരിഹരിക്കുകയാണ് പ്രധാനമന്ത്രി എന്ന നിലയിൽ കാർണി നേരിടുന്ന പ്രധാന വെല്ലുവിളികളിലൊന്ന്. സാമ്പത്തിക വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുകയും വരുമാന അസമത്വം പോലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുകയും ചെയ്യുന്ന നയങ്ങൾ രൂപപ്പെടുത്തേണ്ടതുണ്ട്. ഇതിന് സമ്പദ്വ്യവസ്ഥയുടെ സങ്കീർണത മനസ്സിലാക്കുന്നതിലുള്ള അദ്ദേഹത്തിന്റെ അനുഭവപരിചയം വിലമതിക്കാനാവാത്തതാണെന്നാണ് വിലയിരുത്തൽ. കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചുള്ള കാർണിയുടെ നിലപാടും ശ്രദ്ധേയമാണ്. കാലാവസ്ഥാ പ്രവർത്തനത്തിനും ധനകാര്യത്തിലുമുള്ള മുൻ UN-ന്റെ പ്രത്യേക ദൂതനെന്ന നിലയിൽ കാലാവസ്ഥാ പ്രതിസന്ധിയെ അഭിസംബോധന ചെയ്യുന്നതിൽ അദ്ദേഹത്തിന്റെ നിലപാട് ഏറെ സവിശേഷത നിറഞ്ഞതാണ്. സുസ്ഥിരതയ്ക്കും കാർബൺ പുറന്തള്ളൽ കുറയ്ക്കുന്നതിനുമുള്ള കാർണിയുടെ പ്രതിബദ്ധത ഊർജ്ജത്തെയും പരിസ്ഥിതിയെയും കുറിച്ചുള്ള ഗവൺമെന്റിന്റെ നയങ്ങളെ രൂപപ്പെടുത്തും. അമേരിക്കയും കാനഡയും തമ്മിലുള്ള വ്യാപാര സംഘർഷങ്ങളെക്കുറിച്ചും കൃത്യമായ കാഴ്ചപ്പാടാണ് അദ്ദേഹത്തിനുള്ളത്. കാർണി അമേരിക്കയ്ക്കെതിരെ അതിരൂക്ഷമായ നിലപാടുകളാണ് സ്വീകരിക്കുന്നതും തുടർന്നും അങ്ങനെ തന്നെയാകുമെന്നാണ് അദ്ദേഹത്തിന്റെ വിലയിരുത്തൽ. America is not Canada. And Canada never, ever will be part of America in any way, shape, or form. Look, we didn't ask for this fight. We didn't ask for this fight. But Canadians are always ready when someone else drops the gloves. So the Americans, they should make no mistake, in trade as in hockey, Canada will win. കാനഡയുടെ പ്രധാനമന്ത്രിയായി മാർക്ക് കാർണിയുടെ നിയമനം രാജ്യത്തിന്റെ നേതൃത്വത്തിൽ ഒരു പുതിയ യുഗത്തെയാണ് അടയാളപ്പെടുത്തുന്നത്. ബാങ്കർ എന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ അനുഭവം കാലാവസ്ഥാ വ്യതിയാനത്തെ അഭിസംബോധന ചെയ്യുന്നതിനും സാമ്പത്തിക വളർച്ച പ്രോത്സാഹിപ്പിക്കുന്നതിനുമൊപ്പം കാനഡ അഭിമുഖീകരിക്കുന്ന സങ്കീർണമായ വെല്ലുവിളികളെ നേരിടുന്നതിനും കാർണിയെ സഹായിക്കുമെന്നാണ് കരുതുന്നത്. അദ്ദേഹം അധികാരമേറ്റെടുക്കാൻ തയ്യാറെടുക്കുമ്പോൾ നിലവിൽ കാനഡ അഭിമുഖീകരിക്കുന്ന പ്രധാന പ്രശ്നങ്ങളെ അദ്ദേഹം എങ്ങനെ അഭിസംബോധന ചെയ്യുമെന്ന് കാണാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് കാനഡയിലെ ജനം മാത്രമല്ല, ലോകം മുഴുവനാണ്.